കറണ്ട് ബില്ലിന്റെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒന്ന് വിശദീകരിച്ചാൽ. തീർച്ചയായിട്ടും ഒരു 2000 രൂപയ്ക്ക് മുകളിൽ ബില്ലുള്ളവര് തീർച്ചയായിട്ടും ഒരു 3 കിലോ വാട്ട് സോളാറിലേക്ക് പോകുന്നത് എന്തുകൊണ്ടും പ്രിഫറബിൾ ആണ്. കാരണം 2000 രൂപ ബില്ല് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു AC എങ്കിലും വീട്ടിലുള്ള ആൾക്കാരാവാനാണ് ഒരു 80% ചാൻസ് കൂടുതൽ. പിന്നെ സോളാർ വെച്ച് കഴിഞ്ഞാൽ അതൊന്നും കൂടെ ലാവിഷാവാനുള്ള മെന്റാലിറ്റി മാറും. തീർച്ചയായിട്ടും അങ്ങനെ മാറും. ഇപ്പോൾ ഒരു 3 കിലോ വാട്ടിന്റെ സോളാർ നിങ്ങളുടെ വീട്ടിൽ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 4500 5000 രൂപ വരെയുള്ള കറണ്ട് ബില്ലൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റും. തീർച്ചയായും ഇപ്പം നിലവിൽ നിങ്ങൾക്ക് 2000 രൂപ വരുന്നുള്ളൂ. ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഒരു AC കൂടെ വാങ്ങാനുണ്ട്, അല്ലെങ്കിൽ ഒരു ചെറിയ സ്കൂട്ടർ വാങ്ങാനൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇല്ല, ഒരു 3 കിലോ വാട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വെക്കാൻ പറ്റും. 78,000 രൂപ കേന്ദ്ര ഗവൺമെന്റിന്റെ സബ്സിഡിയോട് കൂടിയിട്ട് നിങ്ങൾക്ക് 1,30,000 രൂപയ്ക്കാണ് ഒരു ഫസ്റ്റ് ക്വാളിറ്റിയിൽ ഒരു 3 കിലോ വാട്ടിന്റെ പ്ലാന്റ് വെക്കാൻ വേണ്ടി ചെലവ്. കോൺക്രീറ്റ് പ്ലാന്റ്. പിന്നെ 4,500 മുതൽ ഒരു 10,000 രൂപ വരെ കറണ്ട് ബില്ല് വരുന്നവർ 5 കിലോ വാട്ടിന്റെ ഒരു ഓൺഗ്രിഡ് സോളാറാണ് വെക്കേണ്ടത്. അതെ തീർച്ചയായും. ഒരു 3 AC, കറക്റ്റ് ആയിട്ടുള്ള കണക്കാണ്. 3 AC, വാഷിംഗ് മെഷീൻ, അതുപോലെ തന്നെ ഒരു ചെറിയ ഒരു മീഡിയം ടൈപ്പ് വീടൊക്കെ ആണെങ്കിൽ 5 കിലോ വാട്ട് ധാരാളമായിരിക്കും. ലാവിഷായിട്ട് തന്നെ അവർക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെന്ന് വെച്ചാൽ 3 AC ഉള്ളിടത്ത് നമ്മൾ ആ ടൈം ഓഫ് യൂസേജ് എന്ന് പറയുന്ന വലിയൊരു ഘടകമാണ്. ഇപ്പോൾ നമ്മൾ സാധാരണ ഒരു 6 മണിക്കൂറൊക്കെ AC ഒരു 24 ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ 5 കിലോ വാട്ട് ഇനഫാണ്. പക്ഷെ അതേസമയം 19 18 എടുത്ത് ഉപയോഗിക്കുന്നവരുണ്ട്, പകൽ ടൈമിൽ വർക്ക് അറ്റ് ഹോം ചെയ്യുന്നവരുണ്ട്. ഇങ്ങനെ വരുമ്പോൾ നമ്മളെ ബില്ല് ഒന്നും കൂടെ ചെക്ക് ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അല്ല, നമുക്ക് ഓരോ ദിവസം മോണിറ്റർ ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും ബില്ല് സോളാറിൽ നിന്ന് കിട്ടുന്ന കറണ്ട് എത്രയാണോ അത്രയും കറണ്ട് നമ്മൾ KSEBിൽ നിന്ന് എടുത്താൽ മതി, എങ്കിൽ നമുക്ക് ബില്ല് വരില്ല. ഈ മോണിറ്ററിംഗ് കൃത്യമായി നടക്കാത്തോടത്താണ് എന്ത് ചെയ്യണത്, സോളാർ വെച്ചിട്ടും കറണ്ട് ബില്ല് വരുന്നു എന്ന് വ്യാപകമായിട്ട് പരാതി പറയുന്നത്. സോളാർ വെച്ചത് കൊണ്ട് നമുക്ക് ലാവിഷായിട്ട് അങ്ങോട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. അങ്ങനെ ലാവിഷായിട്ട് ഉപയോഗിക്കണമെങ്കിൽ എന്ത് വേണം, 5 കിലോ വാട്ടിന് പകരം നമ്മൾ 10 കിലോ വാട്ട് വെക്കണം. നിലവിൽ നമുക്ക് 5 കിലോ വാട്ടിൻ്റെ ഉപയോഗം നമ്മുടെ വീട്ടിൽ നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കൺട്രോൾ ചെയ്തിട്ട് തന്നെ ഉപയോഗിക്കണം. അങ്ങനെ ലാവിഷായിട്ട് ഉപയോഗിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, അവർ 10 കിലോ വാട്ട് സോളാർ വെച്ചിട്ട് എന്ത് ചെയ്യണം, 5 കിലോ വാട്ട് ലാവിഷായിട്ട് കൂടുതൽ ഉപയോഗിക്കണം. ഇപ്പം ഈ പറഞ്ഞൊരു കേസിൽ ഒരു കഴിഞ്ഞ ആഴ്ച നമുക്കൊരു കംപ്ലൈൻറ്റ് വിളിച്ചു പറഞ്ഞതാണ്. അദ്ദേഹത്തിൻ്റെ അറിവില്ലായ്മ കൊണ്ടായിരിക്കാം. അദ്ദേഹം പറഞ്ഞു 2 കൊല്ലം മുന്നേ വെച്ച സോളാർ പ്ലാന്റ് ആണ്. അപ്പോൾ അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു, എനിക്കിപ്പം ബില്ല് വരുന്നുണ്ട്, നിങ്ങളിത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബില്ല് വരില്ലെന്ന് എന്നോട് പറഞ്ഞത്. 2 കൊല്ലം മുന്നത്തെ കാര്യമാണ്. അപ്പോൾ ഞങ്ങൾ പ്രൊഡക്ഷൻ ചെക്ക് ചെയ്തു, പ്രൊഡക്ഷനൊക്കെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ ലോഡ് എന്തൊക്കെയാണെന്ന് വെച്ചപ്പോൾ ഞാൻ 2 AC കൂടെ എക്സ്ട്രാ മേടിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തെറ്റിദ്ധാരണയാണ്. കാരണം വെച്ചാൽ സോളാർ വെച്ചുകൊണ്ട് ബില്ല് വരില്ല എന്ന് തീർത്ത് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഇപ്പോൾ 5 കിലോ വാട്ട് ആണെങ്കിൽ നമുക്ക് ആവറേജ് ഒരു വർഷത്തിന്റെ ആവറേജ് എടുത്തു കഴിഞ്ഞാൽ 20 യൂണിറ്റ് സോളാർ വെച്ച് ബില്ല് വരില്ല നമുക്ക് തീർത്ത് പറയാൻ പറ്റും ഈ ഒരു കണ്ടീഷനിൽ. ഇങ്ങനെ അതായത് സോളാർ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ 3 കിലോ വാട്ട് സോളാർ വെച്ച് കഴിഞ്ഞാൽ ആവറേജ് ദിവസം കിട്ടുക 12 യൂണിറ്റ് ആണ്. ആ 12 യൂണിറ്റ് തന്നെ നിങ്ങൾ ഉപയോഗിക്കുന്നുള്ളൂ എങ്കിൽ കറണ്ട് ബില്ല് വരത്തില്ല. കുറച്ച് നിങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇപ്പോൾ 12 യൂണിറ്റ് കിട്ടിയിട്ട് നമ്മൾ 8 യൂണിറ്റ് ഉപയോഗിച്ചിട്ടുള്ളൂ. ബാക്കി 4 യൂണിറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ഓരോ ദിവസം KSEBിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ വർഷം പൈസ കണക്കൂട്ടി അവർ ഇങ്ങോട്ട് നമ്മളെ അക്കൗണ്ടിൽ അയച്ചു തരും. പിന്നെ 12 യൂണിറ്റിൽ കൂടുതൽ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ഉപയോഗിച്ചതിൻ്റെ ബില്ല് എന്ത് ചെയ്യണം, അതാത് മാസം അടക്കണം. ഓരോ ദിവസവും നമുക്ക് സോളാറിൽ നിന്ന് എത്ര കറണ്ട് കിട്ടി, KSEBിൽ നിന്ന് നമ്മൾ എത്ര കറണ്ട് ഉപയോഗിച്ചെന്ന് ഓരോ ദിവസവും നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും. ഈ മോണിറ്ററിങ് നടക്കാതെ സോളാർ വെച്ചിട്ട് ലാവിഷായിട്ട് ഉപയോഗിക്കുന്നവർക്കാണ് ഈ ബില്ല് വരുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ വരുമ്പോൾ ചിലവർക്ക് ഇത് കൺഫ്യൂഷനായി വരാറുണ്ട്. അപ്പോൾ ഒരിക്കലും നമ്മൾ കണ്ണും പൂട്ടി ഉപയോഗിച്ചിട്ട് ബില്ല് വന്നിട്ട് സോളാറിന് പഴിയേറിയിട്ട് കാര്യം ഉണ്ടാവില്ല. അതെ. Bayman, making it easy.